Good morning, Namaste, Pranam to all brothers and sisters. I am Dr. Divagaran Cochin. My subject is medical science and astrology. Today I am going to speak about the detecting diabetes in a horoscope. Predictions on diseases can be made by studying the horoscope from all angles such as bhavas, signs, planets, their relations, positions, aspects, conjunctions, exchange between planets, data periods, transit of planets, and also the age of the native, his living place, the three humans such as Vata, Pitta, Kapha. According to Ayurveda, there are only three types of diseases are there: Vata, Pitta, Kapha. In all diseases are concerned to Vata, Pitta, Kapha. Vata diseases are about 80 types, Pitta 18 types, and Kapha 22 types. The Besides the six seasonal changes, the different parts of the human body are constantly being influenced by the changing relative positions and aspects of planets. വ്യക്തികൾക്ക് രോഗമുണ്ടാകുന്നത് പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതി, അവർ ജനിക്കുന്ന സമയത്ത് ഉള്ള ആറാം ഭാവത്തിൻ്റെ സ്ഥിതി, ലഗ്നത്തിൻ്റെ സ്ഥിതി, ലഗ്നാധിപൻ്റെ സ്ഥിതി, ഇവയെ ആസ്പദമാക്കിയിട്ടാണ് ഓരോ വ്യക്തിക്കും രോഗങ്ങളുണ്ടാകുന്നത്. The different parts of the human body are constantly being influenced by the changing relative positions and aspects of planets. Diseases is to be ascertained from the 6th, 8th and 12th. ഒരു ജാതകത്തിലെ ദുസ്ഥാനങ്ങളായിരിക്കുന്നത് ആറാം ഭാവം, എട്ടാം ഭാവം, 12ാം ഭാവമാണ്. ആറാം ഭാവം കൊണ്ടാണ് സാധാരണയായിട്ട് രോഗങ്ങൾ പറയുക. ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ചമനയോ ഭാവാനാം അനുഷ്ഠാനിതോ അരാതിരോഗാത്യം അരാതിനാഥോ മൃതീശ്വരോ മൃത്യു ഭയങ്കരോതി. ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് രോഗത്തെ കൊടുക്കുവാനുള്ള കഴിവ് ഉണ്ട്. ആറാം ഭാവത്തിൽ, അതുപോലെ തന്നെ എട്ടാം ഭാവത്തിൽ ഉണ്ടാകുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ എട്ടാം ഭാവാധിപന് മരണത്തെ കൊടുക്കുവാനുള്ള രോഗങ്ങൾ, അത്ര ശക്തിയായിട്ടുള്ള മാരകമായ രോഗങ്ങളെല്ലാം ഉണ്ടാകുവാനായിട്ട് അഷ്ടമാധിപന് സാധിക്കും. 12ാം ഭാവം കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലൈസേഷനൊക്കെ പറയുക, ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരുന്നത് 12ാം ഭാവം കൊണ്ടാണ് പറയുക. So the planets in these bhavas associated and aspects by the Dusthanas lords are also to be studied. The signs occupied by the Trika lords indicates the effects planets parts of the body. The sign occupied by Rahu, Ketu and Mandi also indicate the effect planet. Physical disability is also by the weak afflicted ascendant Lord in association with malefics and his unfavorable. ഒരു വ്യക്തിക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ധനുരാശിയാണ്. അപകടങ്ങളുടെയൊക്കെ ലിംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ധനുരാശിയാണ്. ലഗ്നാധിപന് ബലമില്ലാതിരിക്കുക, ലഗ്നാധിപൻ പാപഗ്രഹത്തോട് കൂടിയിരിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ ആ വ്യക്തിക്ക് എപ്പോഴും രോഗാവസ്ഥ ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. It is seen that when the 6th lord is favorably posted, the native will be healthy, happy, wealthy and bold and will conquer enemies. ആറാം ഭാവാധിപൻ ബലവാനായിട്ടിരിക്കുകയാണെങ്കിൽ വ്യക്തിക്ക് പൊതുവെ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുവാൻ ഇടയുണ്ട്. അയാൾക്ക് ശത്രുക്കളെയൊക്കെ നേരിടുവാനും ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്യുവാനും ശത്രുക്കളെയൊക്കെ നശിപ്പിക്കുവാനുള്ള കഴിവ് അയാളുടെ ജാതകത്തിൽ സ്വമേധയാ ഉണ്ടാകും. A strong and favorable 8th Lord gives health, longevity and wealth success. ശനി രോഗകാരകനാണ്, മരണകാരകനാണ്. എന്നാൽ ശനി 8ാം ഭാവത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് ആയുസ്സിൻ്റെ ഹാനിയെ ഹനിക്കുവാനിടയുള്ളതുകൊണ്ട് അയാൾക്ക്
ദീർഘകാലം ജീവിക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സ് വരെയാണ് മനുഷ്യൻ്റെ ആയുസ്. എന്നാൽ ബാലാരിഷ്ടത, യോഗാരിഷ്ടത, അല്പായുർ, മധ്യായുർ, ദീർഘായുർ, പരമായുർ. മനുഷ്യനും ആനയ്ക്കും ആമയ്ക്കും കാക്കയ്ക്കും 120 വയസ്സ് വരെയാണ് ആയുസ്സുള്ളത്. അത് ജാതകത്തിലെ ഗ്രഹനിലയുടെ ആസ്പദമാക്കിയിട്ടാണ് അയാളുടെ ആയുർഭാവം എല്ലാം ചിന്തിക്കുന്നത്. ദി longevity and wealth, success, servants, while a strong 12th lord gives favorable from authorities, good sleep, expenditure for good purposes, peaceful end. അയാളുടെ ജീവിതാവസാനം വളരെ സമാധാനപരമായിട്ടുണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. Malefics in the 2nd, 4th, 5th, 7th, 8th, 9th and 10th, 11th and 12th, and benefits in the 3rd, 6th and 8th indicate susceptibility of the body to sickness. ശുഭഗ്രഹങ്ങൾ 3-ലോ 6-ലോ 8-ലോ 12-ലോ വരുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ പാപഗ്രഹങ്ങൾ 2, 4, 5, 7, 8, 9, 10, 11 ഭാവങ്ങളിൽ വരുന്നതും നല്ലതല്ല. ദി സിക്നസ് മാന്തി in the 1st, 4th, 5th, 7th, 8th, 9th or 10th gives rise to disease. ഗുളികസ്ഥിത രാശീശൻ നിന്ന ഭാവം അനർത്ഥം. ഗുളികൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഏത് ആ അതിൻ്റെ അധിപതിയായിരിക്കുന്ന ഗ്രഹം നിൽക്കുന്ന ഭാവത്തിന് അനർത്ഥഭാവങ്ങൾ ഉണ്ടാകും. ഡിസീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിസിക്കൽ, മെൻ്റൽ and are caused by the tridoshas. Tridoshas, Vata, Pitta, Kapha, or 3 humors, Vata, Pitta, Kapha. These 3 humors in equilibrium keep the body healthy, and any disturbances in any of the leads to sickness. According to Prashna Marga, we can find at the time of Prashna, we can find the 6th lord and the position of 6th lord, and diseases is shown by the 8th house also. The stronger of the affections will cause the disease pertaining to dosha. Under the dominion and in particular the organ governed by the zodiacal sign be affected. Murta, Asya, Gala, Skanda, Hridaya, Uttara, Vasti, Desha, Yani. Kalangani, Varangam, Ananam, Uruhal, Prodavasam. Similarly, according to the Kalavusha, കാലപുരുഷൻ്റെ ഏത് ഭാവത്തിലാണ് പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ആ ഭാവത്തിൽ വ്രണമുണ്ടാകുമെന്നാണ് പറയുക. ആ പാപഗ്രഹത്തിന് അനുരൂപമായിരിക്കുന്ന രോഗവും ആ വ്യക്തിക്ക് ഉണ്ടാകും. 6ാം ഭാവാധിപൻ നിൽക്കുന്നത് 4-ലാണ് നോക്കുക. സൂര്യന് പാപയോഗത്തോട് കൂടിയിട്ട് 4-ൽ നിൽക്കുകയും 4ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുകയൊക്കെ ചെയ്താൽ അയാൾക്ക് ഹൃദയരോഗം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ഉദാഹരണമായിട്ട് സൂര്യനാണ് ഹൃദയത്തിൻ്റെ കാരകത്വം, ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകത്വം ഉള്ളത്. സൂര്യനും ചന്ദ്രനും പാപഗ്രഹങ്ങളോട് കൂടി നിൽക്കുക. സൂര്യൻ 4-ൽ വരികയും സൂര്യന് ചൊവ്വയുടെ യോഗം ഉണ്ടാവുകയോ കേതുവിൻ്റെ യോഗം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് ഹൃദയരോഗം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. അതോടൊപ്പം തന്നെ 6ാം ഭാവവും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. 4ാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഹൃദയത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാകുവാനായിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്കൊക്കെ അയാൾക്ക് വരുവാൻ ഇടയുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അയാൾക്ക് ചിലപ്പോൾ ഓപ്പൺ സർജറി എല്ലാം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് സർജറിക്ക് അമാവാസി പൗർണമി ദിവസങ്ങളിൽ സർജറിക്ക് ഒരിക്കലും ദിവസം എടുക്കാൻ പാടില്ല. അമാവാസി ദിവസവും അതുപോലെ തന്നെ പൗർണമി ദിവസവും ചന്ദ്രനും ഭൂമിയും സൂര്യനും ഒരേ ദിശയിൽ വരികയും ഭൂമിയുടെ ആകർഷണ ശക്തി കൂടുകയും നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ് ഉള്ളത്. അത് വെള്ളത്തിൻ്റെ ഫോഴ്സ്, രക്തത്തിൻ്റെ ഫോഴ്സ് കൂടാൻ ഇടവരുകയും ചെയ്യും. വളർന്ന് ഹാർട്ട് ഓപ്പറേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ജീവനാശം സംഭവിക്കുവാനായിട്ട് ഇടയുണ്ട്.
അഷ്ടമി നവമി തിഥികളിൽ മാത്രമേ ഓപ്പറേഷന് ജ്യോത്സ്യൻ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അഷ്ടമി നവമി ദിവസത്തിലാണെങ്കിൽ ചന്ദ്രനും സൂര്യനും ഒക്കെ ആയിട്ട് ആകർഷണത്തിലെ വ്യത്യാസം വരുവാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു രോഗി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അയാൾ നിർദ്ദേശിക്കേണ്ടത് അഷ്ടമി തിഥിയോ നവമി തിഥിയോ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ അഷ്ടമരാശിക്കൂറ് വരാൻ പാടില്ല. അഷ്ടമരാശിക്കൂറ് അയാളുടെ ആപത്തുണ്ടാക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ അയാൾക്ക് ദൈവാധീനമുണ്ടോ എന്നുള്ളതാണ്. വ്യാഴം അയാൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ അയാൾക്ക് ദീർഘായുസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുകയും അയാൾക്ക് ഓപ്പറേഷൻ വിധേയമാകേണ്ടി വരികയും ഒക്കെ ചെയ്താൽ അയാളുടെ ഓപ്പറേഷൻ എല്ലാം അതായത് ഓപ്പൺ സർജറി എല്ലാം അയാൾക്ക് സക്സസ് ആയി തീരുവാനും അയാൾ അതിൽ നിന്നെല്ലാം മോചനം നേടുവാനും ദീർഘായുസ്സായിട്ട് ജീവിക്കുവാനും ഇടവരും. താങ്ക് യു വെരി മച്ച്. If you like my subject, please subscribe it and the bell button switch on. I'll come tomorrow with the other subject.